സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ദാനധർമ്മത്തിന് ഇസ്ലാം വലിയ പവിത്രതയാണ് കൽപ്പിക്കുന്നത്. സന്തോഷ നിമിഷങ്ങളിലും സന്താപവേളകളിലും രണ്ട് സമയങ്ങളിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, ഖുർആൻ പറഞ്ഞു. എന്നാൽ ഉള്ളതനുസരിച്ച് ദാനം ചെയ്യൽ, അതാണ് മുഅ്മിനിന്റെ ലക്ഷണം. പാവപ്പെട്ടവൻ ചെറിയ ധർമ്മം ചെയ്യുന്ന സമയത്ത് പണക്കാരൻ അവന്റെ സാമ്പത്തിക സ്രോതസ്സനുസരിച്ച് ധർമ്മം ചെയ്യേണ്ടതുണ്ട്. ഹബീബായ സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, സബഖ ദിർഹമുൻ മിഅത അൽഫി ദിർഹം, ഒരു ദിർഹം 1,00,000 ദിർഹമിനെ അതിജയിച്ചിരിക്കുന്നു. സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, തങ്ങളെ അതെങ്ങനെയാണ്? ഹബീബായ തങ്ങൾ പറഞ്ഞു, ധാരാളം സമ്പത്തുള്ള ഒരു വ്യക്തി, അദ്ദേഹം അതിൽ നിന്ന് 1,00,000 ധർമ്മം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മറ്റൊരു വ്യക്തി ആകെ 2 ദിർഹം മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. അതിൽ നിന്ന് 1 ദിർഹം അദ്ദേഹം ധർമ്മം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ 1,00,000 ദിർഹമിനേക്കാളും വലിയ സ്ഥാനം ഒരൊറ്റ ദിർഹമിനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ദാനധർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നു എന്നതിലപ്പുറം ഇത് നമ്മുടെ ആഖിറത്തിലേക്കുള്ള ഒരു തണൽ മരമാണെന്ന് നാം മനസ്സിലാക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ളില്ലുൽ മുഅ്മിനി സ്വദഖത്തുഹു യൗമൽ ഖിയാമ, ഒരു കാക്കത്തണൽ പോലുമില്ലാത്ത ഖിയാമത്ത് നാളിലെ അവസ്ഥയിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ തണലേതാണ്? സ്വദഖത്തുഹു, അവന്റെ സ്വദഖയാണ്, ദാനധർമ്മമാകുന്നു. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ധർമ്മം ചെയ്യുന്ന സമയത്ത്, ദാനധർമ്മം ചെയ്യുന്ന സമയത്ത് ഇത് ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് എന്ന ഒരു ഉദ്ദേശത്തോടുകൂടെ ആവണം സ്വദഖ ചെയ്യേണ്ടത്. മനസ്സംതൃപ്തിയോടുകൂടെ ചെയ്യണം. ഇതെന്റെ ആവശ്യമാണ് എന്ന ഉദ്ദേശത്തോടുകൂടെ ചെയ്യണം. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു തന്റെ അടുത്തേക്ക് ആരെങ്കിലും വല്ലതും ചോദിച്ചു വന്നാൽ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് അവർക്ക് മർഹബ പറയാറുണ്ടായിരുന്നു. മർഹബം ബിമൻ യഹ്മിലു സാദി ഇലൽ ആഖിറത്തി, ആഖിറത്തിലേക്ക് എന്റെ ചരക്കുകളും എന്റെ സമ്പാദ്യങ്ങളും മുഴുവനും ചുമലിലേറ്റുന്ന ചുമട്ടുതൊഴിലാളി, അങ്ങേക്ക് സ്വാഗതം, അങ്ങേക്ക് മർഹബ മർഹബ എന്ന് പറഞ്ഞ് സ്വീകരിക്കാറുണ്ടായിരുന്നു. സ്വദഖ ചെയ്യുന്നതിലൂടെ നമുക്ക് 2 ലോകത്തും ഉപകാരമാണ്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ആ സ്വദഖത്തു റദ്ദുൽ ബലായ, സ്വദഖ അത് ആഫത്ത് മുസീബത്തുകളെ ബലാഅുകളെ തടുക്കുന്നതാണ്, അതിനുള്ള പരിചയാണ്. മാത്രമല്ല അധാർമികമായ വഴികളിലേക്ക് നാം വീണുപോകുന്നതിനെ തൊട്ടുള്ള ഒരു പരിചയ കൂടിയാണ് യഥാർത്ഥത്തിൽ സ്വദഖ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അബിൽ ജഅദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഇന്ന സ്വദഖത ലതദ്ഫഉ 70 ബാബൻ മിനസ്സൂഇ, സ്വദഖ എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് 70 ചീത്ത കവാടങ്ങളെ തടയുന്നതാണ്. അധാർമികമായ 70 കവാടങ്ങളിലേക്ക് അടുക്കുന്നതിനെ തൊട്ട് തടയുന്നതാണ്. മാത്രമല്ല മഹാനവറുകൾ പറയുന്നു, വഫദ്ലു സില്ലിഹ അലാ അലാനിയതിഹ ബി70 ളിഫ, പരസ്യമായി കൊടുക്കുന്ന ദാനധർമ്മത്തെക്കാളും 70 ഇരട്ടി പ്രതിഫലമാണ് രഹസ്യമാക്കി കൊടുക്കുന്നതിനുള്ളത് എന്നുകൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ദുർപ്രേരണകളോ വക്രചിന്തകളോ ഇല്ലെങ്കിൽ പോലും പരസ്യമാക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് രഹസ്യമാക്കലാണ്. ബഹുമാനപ്പെട്ട അബീ റുവാദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, 3 കാര്യങ്ങൾ സ്വർഗീയ നിധികളാണ്. സലാസത്തും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികൾ. അതിൽ മഹാനവറുകൾ എണ്ണിയ 1 വകിത്മാനു സ്വദഖ, അതാ ഗോപ്യമായി കൊടുത്ത സ്വദഖ, ദാനധർമ്മം, വളരെ രഹസ്യമായി കൊടുത്ത ദാനധർമ്മം, അത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള നിധിയാണ്. മഹാനവറുകൾ പഠിപ്പിച്ചു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അത് ആടിയുലയുകയാണ്. അപ്പോൾ അല്ലാഹു തആല അതിന്റെ ആട്ടം നിർത്താൻ വേണ്ടി പർവ്വതങ്ങളെ സൃഷ്ടിച്ച് പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ആണികളാക്കി വെച്ചു. അപ്പോൾ അത് ഭൂമി ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇത് കണ്ട മലായിക്കത്തുൽ കിറാം പർവ്വതത്തിന്റെ ശക്തി കണ്ട് അത്ഭുതപ്പെട്ടു പോയി. മലായിക്കത്തുൽ കിറാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, പർവ്വതത്തെക്കാളും ശക്തിയുള്ള വല്ലതിനെയും നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തു, നഅം അൽ ഹദീദ്, ഇരുമ്പിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ ചോദിച്ചു, ഇരുമ്പിനേക്കാൾ വലിയ ശക്തിയുള്ള വല്ലതുമുണ്ടോ?
അല്ലാഹു തആല മറുപടി കൊടുത്തു, നഅം അന്നാർ, തീയുണ്ട്, തീയ്. അള്ളാഹുവിനോട് വീണ്ടും ചോദിച്ചു, തീയിനേക്കാൾ വലിയ ശക്തിയുള്ള വല്ലതുമുണ്ടോ? അതേ, വെള്ളമുണ്ട്, വെള്ളത്തേക്കാൾ ശക്തിയുള്ള വല്ലതുമുണ്ടോ? അതേ, കാറ്റുണ്ട്, കാറ്റിനേക്കാളും വലിയ ശക്തിയുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അതേ, കാറ്റിനേക്കാളും വലിയ ശക്തിയുള്ളതുണ്ട്. അതെന്താണ്? ഇബ്നു ആദം ഇദാ തസദ്ദഖ ബിസദഖത്തിൻ ബിയമീനിഹി ഫഅഖ്ഫാഹാ അൻ ശമാലിഹി. ഇടതുകൈ അറിയാതെ വലതുകൈ കൊണ്ട് ധർമ്മം ചെയ്യുന്ന മനുഷ്യനുണ്ട്, അവനാണ് ഏറ്റവും വലിയ ശക്തിയുള്ളവൻ എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ ധർമ്മം രഹസ്യമായി വളരെ സ്വകാര്യമായി കൊടുക്കുന്ന ആ ഒരു സ്വതക്കക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം അങ്ങനെയാണ്, മഹത്വം അങ്ങനെയാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു രാത്രി സമയങ്ങളിലാണ് കൂടുതലായി ദാനധർമ്മങ്ങൾ ചെയ്യാറുള്ളത്. എന്നിട്ട് മഹാനവറുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഇന്ന സ്വദഖത ഫിൽ ലൈലി തുത്ഫിഉ ഗളബർ റബ്ബി. രാത്രി സമയങ്ങളിൽ, രാത്രി യാമങ്ങളിൽ അല്ലാഹുവിനെ സ്വദഖ ചെയ്യുക എന്നത് അത് അള്ളാഹുവിന്റെ ദേഷ്യത്തെ അണക്കാൻ കാരണമാണ് എന്ന് മഹാനവറുകൾ പറയാറുണ്ടായിരുന്നു. ദാനധർമ്മങ്ങൾ ചെയ്ത് അവസാനം അത് നിഷ്ഫലമാക്കുന്ന ചിലരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുകയാണ്, അങ്ങനെ സ്വദഖകൾ കൊണ്ട് ദാനധർമ്മം ചെയ്ത് ബാത്തിലാക്കരുതെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് എടുത്തു പറയുക, അങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടും അതുപോലെ ദാനധർമ്മം സ്വീകരിച്ച വ്യക്തിയെ ശല്യപ്പെടുത്തിക്കൊണ്ടും അതിന്റെ മഹത്വത്തെ, അതിന്റെ ഫലങ്ങളെ നിഷ്ഫലമാക്കി കളയരുത് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്. അതുപോലെ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ് വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അതുപോലെ അന്ത്യദിനത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവരെ പോലെയും നിങ്ങൾ ആവരുത് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസം ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും നല്ല മാസമാണ്. ലോകത്ത് ഏറ്റവും വലിയ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന വ്യക്തി അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി, ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്നത് റസൂലുള്ളാഹി തങ്ങളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തിരുന്നത്. അത് മാത്രമല്ല, റമദാൻ മാസമായി കഴിഞ്ഞാൽ പല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിനർരിഹിൽ മുർസല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസം എത്തിക്കഴിഞ്ഞാൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും ഹൈ സ്പീഡിലായിരുന്നു, വേഗതയിലായിരുന്നു ധർമ്മം ചെയ്തിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധർമ്മത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പരമാവധി ജീവിതത്തിൽ ധർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. www.hubburrasool.net